നമസ്കാരം. പവർ ഗ്രിഡിൻ്റെ കീഴിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിലും നിശ്ചിത വേക്കൻസി ഉണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ മറ്റ് വിവരങ്ങളിലേക്ക് കടക്കാം. നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ട്രെയിനി സിവിൽ, ഡിപ്ലോമ ട്രെയിനി സർവേ, ജൂനിയർ ഓഫീസർ ട്രെയിനി HR, ജൂനിയർ ഓഫീസർ ട്രെയിനി F&A, ജൂനിയർ ടെക്നിക്കൽ ട്രെയിനി സർവേ തുടങ്ങിയ തസ്തികയിലേക്കാണ് 630ഓളം വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ പവർ ഗ്രിഡിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള സെൻട്രൽ ട്രാൻസ്മിഷൻ യൂട്ടിലിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് CTUIL ഒരു 30 വേക്കൻസി നല്ലൊരു വേക്കൻസിയുള്ള സ്ഥിര നിയമനം ലഭിക്കാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി നമുക്ക് നോക്കാം. ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്തത് 20/4/2026 ആണ്. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 11/5/2026 ആണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റീജിയൻ ബേസ്ഡ് ആണ്. കേരളം, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി വരുന്ന റീജിയൻ, സദേൺ റീജിയൻ സെക്കൻഡ് ആണ്. അപ്പോൾ അവിടുത്തെ വേക്കൻസി നമുക്ക് എങ്ങനെ നോക്കാം. അതിൽ ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കലായിട്ട് ടോട്ടൽ 50 വേക്കൻസി, ഡിപ്ലോമ ട്രെയിനി സിവിലിൽ 12 വേക്കൻസി, ഡിപ്ലോമ ട്രെയിനി സർവേക്ക് 1 വേക്കൻസി, ജൂനിയർ ഓഫീസർ ട്രെയിനി F&Aക്ക് 15 വേക്കൻസി, ജൂനിയർ ഓഫീസർ ട്രെയിനി HRന് 1 വേക്കൻസി, ജൂനിയർ ടെക്നിക്കൽ ട്രെയിനി സർവേക്ക് 1 വേക്കൻസി. ടോട്ടൽ 79 വേക്കൻസിയാണുള്ളത്. അതിൽ ജനറലിന് 38 വേക്കൻസി, EWCന് 7 വേക്കൻസി, അതുപോലെ തന്നെ OBC NCLന് 20 വേക്കൻസി, SCക്ക് 13 വേക്കൻസി, STക്ക് 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27 വയസ്സാണ്. അത് 11/5/2026 വെച്ചാണ് കണക്കാക്കുന്നത്. ഇതിൽ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. OBC NCLന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, SC/STക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, PWDക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എങ്ങനെ നോക്കാം. ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കലിനകത്ത് ഒരു 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വരുന്ന ഒരു 3 വർഷം ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരിക്കണം. മിനിമം 70% പാസ് മാർക്ക് ഉണ്ടായിരിക്കണം. അത് ജനറൽ OBC NCL EWS കാൻഡിഡേറ്റ്സിനാണ് 70% പാസ് മാർക്ക് വരുന്നത്. SC/ST PWD കാൻഡിഡേറ്റിന് മിനിമം പാസ് മാർക്ക് മതി. മാത്രമേ എടുത്ത് പറയുന്നു, ഇതിനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഡിപ്ലോമ ഉണ്ട്, അതിനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് എടുത്ത് പറയുന്നു. അടുത്തത് ഡിപ്ലോമ ട്രെയിനി ഇൻ സിവിലിനകത്ത് വരുന്നത് ഫുൾ ടൈം റെഗുലർ 3 ഇയർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 70% മാർക്ക് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ സെയിം കാറ്റഗറി. അവിടെ പറയുന്നു ഒരു ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അടുത്ത ഡിപ്ലോമ ട്രെയിനിങ് സർവേക്കകത്ത് ഒരു 3 ഇയർ ഡിപ്ലോമ സർവേയിൽ ഉണ്ടായിരിക്കണം. സർവേ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ സർവേ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ 70% പാസ് മാർക്ക്. ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ സാധിക്കില്ല. ജൂനിയർ ഓഫീസർ ട്രെയിനി HR ഒരു ഫുൾ ടൈം ഗ്രാജുവേറ്റ് റെഗുലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. BA, BBM, BBS 60% പാസ് മാർക്ക് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ മാർക്കിലെ പെർസെൻറ്റേജിൽ റിസർവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഓഫീസർ ട്രെയിനി F&Aയിൽ ഇന്റർ CA അല്ലെങ്കിൽ ഇന്റർ CMA പാസ് ആയിരിക്കണം. ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ജൂനിയർ ടെക്നിക്കൽ ട്രെയിനിങ് സർവേയിൽ ഫുൾ ടൈം റെഗുലർ 2 ഇയർ ITI സർവേയർ ആയിട്ടുള്ള റെഗുലർ 2 വർഷത്തെ ITI പാസ് ആയിരിക്കണം എന്നൂടെ എടുത്ത് പറയുന്നു. ശ്രദ്ധിക്കണം, അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അതായത് ഫൈനൽ റിസൾട്ട് വരുന്നത് 15/7/2026 ഉള്ളിൽ ഫൈനൽ റിസൾട്ട് വരുമെന്ന് ഉറപ്പുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാത്രമല്ല ഇവർ പറയുന്ന പാസ് മാർക്ക് പെർസെൻറ്റേജും കൂടെ കറക്റ്റ് ആവണം. ഇല്ലാത്ത വർഷം ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുമെന്നും ഇവർ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഡിപ്ലോമ ട്രെയിനി ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ട്രെയിനി സിവിൽ, ഡിപ്ലോമ ട്രെയിനി സർവേ, ജൂനിയർ ഓഫീസർ HR, ജൂനിയർ ഓഫീസർ ട്രെയിനി F&Aയിൽ 300 രൂപയും, അതുപോലെ തന്നെ ജൂനിയർ ടെക്നിക്കൽ ട്രെയിനി സർവേക്ക് 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. ഇനി ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് നോക്കാം. ഡിപ്ലോമ ട്രെയിൻ ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ട്രെയിൻ സിവിൽ, ഡിപ്ലോമ ട്രെയിൻ സർവേക്കകത്ത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ജൂനിയർ ഓഫീസർ ട്രെയിൻ HR അല്ലെങ്കിൽ F&Aയിൽ വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ക്വാളിഫൈങ് ആണ്. ജൂനിയർ ടെക്നിക്കൽ ട്രെയിനിങ് സർവേക്കകത്ത് റിട്ടേൺ ടെസ്റ്റ്, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ട്രയൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് പവർ ഗ്രിഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.powergrid.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ്. കാരണം ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ജോലി ലഭിക്കാൻ വളരെ നല്ലൊരു അവസരമാണ്. അവസരം പാഴാക്കാതെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് എല്ലാവരും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെച്ചിരിക്കുക. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. കൂടാതെ ചാനൽ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. താങ്ക് യു.